സ്വന്തം ശക്തിവൈഭവത്തിൽ അഹങ്കരിച്ച് ക്ഷത്രിയ വംശനാശകനായി അവതരിച്ച പരശുരാമന്റെ ദർപ്പം അടക്കുന്ന വരികളാണ് പ്രയാണത്തിന്റെ ഇന്നത്തെ രാമായണ ചിന്ത. രാമായണത്തിന്റെ ആദ്യകാണ്ഡത്തിൽ ഹൃദയസ്പർശികളായ വരികളാണ് ഇവ. മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയമവർക്കെന്തോന്നുള്ളതു തപോനിധേ സ്വാശ്രമകുലധർമ്മമെങ്ങനെ പാലിക്കുന്നു. ക്ഷത്രിയകുലത്തിങ്കലുത്ഭവിക്കയും ചെയ്തേൻ ശസ്ത്രാസ്ത്രപ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ശത്രുമിത്രോദാസീന ഭേദവുമെനിക്കില്ല, ശത്രുസംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ. അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതമതുമൂലം. വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടാമല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാകവേണ്ട. സർവശക്തിമാനായ ശ്രീരാമചന്ദ്രൻ ശൈവജാപവും ഖണ്ഡിച്ച് ജനകാത്മജയായ സീതാദേവിയെയും സ്വന്തമാക്കി വിജയശ്രീ ലാളിതനായി അയോധ്യയിലേക്ക് വരുന്ന സന്ദർഭത്തിലാണ് ഭാർഗവരാമനെ കണ്ടുമുട്ടുന്നത്. തന്റെ വിജയത്തിൽ തെല്ലും അഹങ്കരിക്കാതെ പരശുരാമന്റെ ദർപ്പം അടക്കുകയും അദ്ദേഹത്തിന്റെ പക്കലുള്ള വൈഷ്ണവജാപം കുലയ്ക്കുക വഴി ക്ഷത്രിയ വൈരിയായ പരശുരാമന്റെ ശക്തികളിൽ പാതി തന്നിലേക്ക് ലയിപ്പിക്കുകയും ചെയ്ത ശ്രീരാമചന്ദ്രൻ സുഖദുഃഖാദികളിൽ എപ്രകാരമാണ് ഒരു മനുഷ്യൻ സമചിത്തനായി പ്രവർത്തിക്കേണ്ടത് എന്ന് നമുക്ക് കാണിച്ചു തരുന്നു.